സമസ്ത ആദ്യമായി പറഞ്ഞത് നമ്മൾ ആരും മഹാന്മാർ പ്രാർത്ഥിക്കുന്നില്ല എന്നായിരുന്നു സമസ്ത ആദ്യമായി പറഞ്ഞത്. സമസ്തയുടെ ഔദ്യോഗിക ഭാരവാഹിയായിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയ അൽ ഖൗലുസ് സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന പുസ്തകം. അൽ ഖൗലുസ് സദീദ് ഫീ റദ്ദി തൗഹീദ്, ഇത് രസം എന്ന് വെച്ചാൽ മുജാഹിദീങ്ങളുടെ പുസ്തകം ഇറക്കി, തൗഹീദ് സമഗ്ര പഠനം, കണ്ണൂർ പി അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ അതിന് മറുപടിയായിട്ട് എഴുതിയ പുസ്തകമാണ്. പക്ഷേ ഹെഡിങ് കൊടുത്തെന്നറിയോ, ഫീ റദ്ദി തൗഹീദ്, തൗഹീദിന് ഖണ്ഡനം എന്നാണ്. അതാണ് സത്യവും ശരിയാണത്. അൽ ഖൗലുസ് സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന ഈ പുസ്തകം ഇത് 1945 ഇറങ്ങുന്നത്. 1945, ഏതാണ്ട് 80 കൊല്ലം പിന്നിട്ടു. ആ പുസ്തകത്തിൽ അബ്ദുൽ ഖാദർ മൗലവിയെ ഖണ്ഡിച്ചുകൊണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇദ്ദേഹം ആവർത്തിച്ചു പറയുന്ന പ്രയോഗങ്ങൾ കാണാം. കർത്താവേ, കർത്താവേ എന്ന ഗ്രന്ഥകർത്താവേ എന്നാണ് ഈ തൗഹീദിന്റെ പുസ്തകം എഴുതിയ ഗ്രന്ഥകർത്താവേ എന്നാണ് വിളി. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ വായിക്കാം. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. തവസ്സുല്, ഇസ്തിഗാസ മുതലായത് നബിയോടോ വലിയോടോ പ്രാർത്ഥിക്കുകയോ അവരെ ആരാധിക്കുകയോ അല്ലെന്ന് മുമ്പ് ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്തിഗാസയേ ഉള്ളൂ, തവസ്സുലേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിച്ചാൽ ശിർക്ക് തന്നെ, അവിടെ കൊടുത്ത കഴിവൊന്നുമില്ല. പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്. നേരത്തെ മണിസ്ലഹി വായിച്ചു, KVM ബന്താവൂർ എഴുതിയത് ആരാധിച്ചാലും അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. ഏതിനെ ആരാധിച്ചാലും അള്ളാഹുവിനുള്ള ആരാധനയാണ്. 945 അവർ എഴുതിയത് അല്ലാഹു അല്ലാത്ത ഏതിനെയും, നബിയാകട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ശിർക്കാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. അപ്പൊ മുസ്ലിമാണോ ഓ വിശ്വസിക്കും, മുസ്ലിമാണോ ഓ വിശ്വസിക്കും എന്നാണ് അന്ന് ഔദ്യോഗികമായി എഴുതിയത്. അത് മാത്രമല്ല, 100-ാമത്തെ പേജാണെങ്കിൽ 109-ാമത്തെ പേജിൽ അദ്ദേഹം വീണ്ടും പറയാ, കർത്താവേ ഫൈന്നഹും അദുവ്വുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ എന്ന ആയത്തിൽ എടുത്തു കാണിച്ച ഗുണങ്ങളുള്ള ഒരാളോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ളതിൽ മുസ്ലിങ്ങളിൽ യാതൊരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമാണ്. പടച്ച റബ്ബിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിൽ നിന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു, അദ്ദേഹം ബന്ധവിച്ഛേദനം പ്രഖ്യാപിച്ചു. എന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്കുള്ള ബന്ധം റബ്ബുൽ ആലമീനോട് മാത്രമാണ്. ആ ആയത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ഈ ആയത്തിൽ എടുത്തു കാണിച്ച ഗുണങ്ങളുള്ള ഒരാളോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അതെന്താ ഗുണം? റബ്ബുൽ ആലമീൻ, അല്ലെങ്കിൽ മുദബ്ബിറുൽ ആലം, കുതുബുൽ ആലം എന്നൊക്കെ പറയുന്നതാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീൻ ഈ ഗുണങ്ങളുള്ള ഒരാളോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ളതിൽ മുസ്ലിങ്ങളിൽ യാതൊരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല, കഴിഞ്ഞില്ല. അദ്ദേഹം വീണ്ടും വ്യത്യസ്തമായ പ്രയോഗങ്ങൾ കാണാം. 133-ാമത്തെ പേജ്. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിം പറയുന്നതുമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയുന്നതുമല്ല. സഹോദരൻ, ഇത്ര വ്യക്തമായി അന്ന് സമസ്ത എഴുതി പ്രാർത്ഥിക്കലില്ല, പ്രാർത്ഥിക്കലില്ല, അത് തർക്കമില്ല. പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്, അത് ഏത് മുസ്ലിമിനും അറിയാം, അത് അറിയാത്ത മുസ്ലിമീങ്ങളില്ല എന്നാണ് 1945 സമസ്തയുടെ ഔദ്യോഗികമായ ഭാരവാഹിയായ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അന്ന് എഴുതി വെച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെടുത്തിയാൽ ചോദിക്കാനുള്ളത്, ഒന്നാമത്തെ മറക്കാൻ പാടില്ല. രണ്ടാമത്തെ ചോദ്യം, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയത് നിങ്ങൾ ഇന്ന് അംഗീകരിക്കുമോ? പറഞ്ഞില്ല, ഈ എഴുതിയത് ഇത് ജംഇയ്യത്തുൽ ഉലമ ഔദ്യോഗികമായി അന്ന് പ്രസിദ്ധീകരിച്ചാണ് എങ്കിൽ ആ എഴുതിയത് സമസ്ത ഇന്ന് അംഗീകരിക്കുമോ? അംഗീകരിക്കുമെങ്കിൽ പിന്നെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ ഭാഷയിൽ മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞെന്താ? ശിർക്കാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. അത് ശരിയാണെങ്കിൽ പിന്നെ എന്താ നിങ്ങളെ പറ്റി പറയാ? നിങ്ങൾ തീരുമാനിച്ചോ, ഞങ്ങളെ കാഫിറാ